സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മരിയ റെസ നോബൽ പ്രൈസ് ലെക്ചർ ബൈ മരിയ റെസയിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്കസ് ദ വേയ്സ് അഡോപ്റ്റഡ് ബൈ സോഷ്യൽ മീഡിയ ടു മാനിപ്പുലേറ്റ് ട്രൂത്ത്. യാഥാർത്ഥ്യത്തെ വഴിതിരിക്കാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വഴികൾ എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ ഹാസ് ചേഞ്ച് ദ വേ പീപ്പിൾ റിസീവ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ. ജനങ്ങൾ ഇൻഫോർമേഷനെ അറിവുകളെ റിസീവ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അത് സോഷ്യൽ മീഡിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വൈൽ ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ കണക്ട്, ഇറ്റ് ഓൾസോ സ്പ്രെഡ് ലൈസ് വെരി ക്വിക്ക്ലി. ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ, കണക്ട് ചെയ്യുവാൻ സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടി അതോടൊപ്പം തന്നെ നുണകൾ അത് ഒരുപാട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ് യൂസ് algorithms to show users what they want to see, not what is true. ഫേസ്ബുക്കും യൂട്യൂബും പോലെയുള്ള മീഡിയകൾ അതിൻ്റെ അൽഗോരിതം ഉപയോഗിച്ച് ജനങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് കാണിക്കുന്നത്, മറിച്ച് യാഥാർത്ഥ്യം കാണിക്കുന്നില്ല. ദിസ് മീൻസ് ലൈസ് ദാറ്റ് മേക്ക് പീപ്പിൾ ആംഗ്രി ഓർ ഇമോഷണൽ ആർ ഷെയർഡ് മോർ ദാൻ റിയൽ ന്യൂസ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരെ കൂടുതൽ ദേഷ്യത്തിലാക്കുന്നതും അതുപോലെ തന്നെ ഇമോഷണൽ ആക്കുന്നതുമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ ഇതിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നത്. യാഥാർത്ഥ്യമായിട്ടുള്ള ന്യൂസ് അല്ല, അതിനേക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ദീസ് ലൈസ് ആർ യൂസ്ഡ് ടു ഡിവൈഡ് പീപ്പിൾ, സ്പ്രെഡ് ഹെയ്റ്റ് ആൻഡ് ഈവൻ കൺട്രോൾ ഇലക്ഷൻസ്. ഈ നുണകൾ എന്തിനാണ്? ജനങ്ങളെ ഡിവൈഡ് ചെയ്യാനും വിദ്വേഷം പരത്താനും അതേപോലെ തന്നെ ഇലക്ഷൻസിനെ കൺട്രോളിൽ കൊണ്ടുവരാനുമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നുണകൾ അവർ പ്രചരിപ്പിക്കുന്നത്. Maria Ressa says that these tech companies care more about money than truth. യാഥാർത്ഥ്യത്തിനെ ഉപരിയായിട്ട് ഇത്തരം ടെക് കമ്പനികൾ മണിയെയാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ദ മോർ പീപ്പിൾ ക്ലിക്ക്, ദ മോർ മണി ദ മേക്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മണി അവർ ഉണ്ടാക്കുന്നു, ഏറ്റവും കൂടുതൽ സമ്പത്ത് അവരുണ്ടാക്കുന്നു. ഈവൺ ഇഫ് ദ ഇൻഫോർമേഷൻ ഈസ് ഫോൾസ് ഓർ ഡേഞ്ചറസ്. അതിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അത് ഡേഞ്ചറസ് ആയിക്കോട്ടെ, നുണയായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ. വാട്ട് ദേ കെയർ ഈസ് ദ ഓൺലി ക്ലിക്സ് ദേ ആർ ഗെറ്റിംഗ് ആൻഡ് ദ മണി ദേ ആർ മേക്കിംഗ്. ഓക്കെ, This system of earning money from lies is called surveillance capitalism. You have to note that surveillance capitalism എന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ വർക്ക് ആവുന്നത്. ഈ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നുണയിൽ നിന്ന് നമ്മൾ മണി ഏൺ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? സർവൈലൻസ് ക്യാപിറ്റലിസം. ദ companies collect our private data and use it to target us with false or biased content. അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പനികൾ എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രൈവറ്റ് ഡാറ്റ എടുത്തിട്ട് നമ്മൾക്ക് ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഇവർ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇൻ സം കൺട്രീസ് like the Philippines, fake news on social media was used to silence critics and spread propaganda. ഫിലിപ്പീൻസ് പോലെയുള്ള ചില രാജ്യങ്ങളിൽ ഫേക്ക് ന്യൂസ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അവരുടെ ക്രിറ്റിക്സിനെ നിശബ്ദരാക്കാനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുടെ പ്രൊപ്പഗണ്ട അത് എന്ത് ചെയ്യാൻ പരത്തുവാനും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് ബിക്കെയിം ഹാർഡർ ഫോർ പീപ്പിൾ ടു നോ വാട്ട് ഈസ് ട്രൂ ആൻഡ് വാട്ട് ഈസ് നോട്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം എന്താണ്, അത് യാഥാർത്ഥ്യമല്ലാത്തത് എന്താണ്, നുണ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ദിസ് വീക്കൻസ് ഡെമോക്രസി because people cannot make decisions without facts. ഇതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ഇത് ക്ഷയിപ്പിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് ഫാക്ട്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. To fix this, Ressa says we need better law to control tech companies. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക് കമ്പനീസിനെ കൺട്രോൾ ചെയ്യാൻ, ഇത് ഫിക്സ് ചെയ്യുവാൻ ടെക് കമ്പനീസിനെ കൺട്രോൾ ചെയ്യേണ്ടതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ, ബെറ്റർ ആയിട്ടുള്ള നിയമങ്ങൾ നമുക്ക് വേണം. വി ഓൾസോ നീഡ് ടു സപ്പോർട്ട് റിയൽ ജേർണലിസം ദാറ്റ് ചെക്സ് ഫാക്ട്സ് ആൻഡ് ഷെയർസ് ദ ട്രൂത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫാക്ട്സിനെ ചെക്ക് ചെയ്യുന്നതും യാഥാർത്ഥ്യത്തെ ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള റിയൽ ജേർണലിസത്തെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ആവശ്യകത ഏറെയാണ്. പീപ്പിൾ മസ്റ്റ് ലേൺ ഹൗ ടു സ്പോട്ട് ഫേക്ക് ന്യൂസ് ആൻഡ് തിങ്ക് ക്രിറ്റിക്കലി. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ന്യൂസിനെ സ്പോട്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്രിറ്റിക്കലി ചിന്തിക്കുവാനും ജനങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവണം, പഠിക്കണം. ഇൻ ദ എൻഡ് ട്രൂത്ത് ഷുഡ് ബി മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലൈക്സ് ആൻഡ് ഷെയർസ്. ഓൺലി ദെൻ ക്യാൻ ബി പ്രൊട്ടക്റ്റ് അവർ ഫ്രീഡം. അവസാനം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലൈക്സിനെക്കാട്ടിയും ഷെയർസിനെക്കാട്ടിയും കൂടുതൽ യഥാർത്ഥത്തിന് പ്രാധാന്യം ലഭിക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉയർത്തിപ്പിടിക്കുവാനും സംരക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മരിയ റെസ envisions a world of peace and trust. Examine the ways in which journalism can contribute to realizing the vision. അതുപോലെ നോക്കൂ, മരിയ റെസ dreams of a world where people live in peace, trust each other and care about truth. മരിയ റെസ സ്വപ്നം കാണുന്നത് എല്ലാവരും സമാധാനത്തിൽ ജീവിക്കുന്ന, ജനങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്ന, പരസ്പരം വിശ്വാസം വെച്ച് പുലർത്തുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്ന ഒരു ലോകമാണ്. ജേർണലിസം പ്ലേ എ ബിഗ് റോൾ ഇൻ മേക്കിംഗ് ദിസ് ഡ്രീം കം ട്രൂ. ഈ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൽ ജേർണലിസത്തിന് വലിയ പങ്കുണ്ട്. ദേ ആർ ദ വൺസ് ഹു ഇൻഫോം ദ പബ്ലിക്
expose lies and keep those in power honest. ഇവരാണ് ജേർണലിസമാണ് അല്ലെങ്കിൽ ജേർണലിസ്റ്സ് ആണ് പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, നുണകളെ പുറത്ത് കാണിക്കുന്നത്, അതേപോലെ തന്നെ അധികാരികളെ പിന്നെ സത്യസന്ധരാക്കി വെക്കുന്നത് ആരാണ്? ജേർണലിസമാണ്, ജേർണലിസ്റ്റാണ്. ടു ഹെൽപ്പ് ബിൽഡ് എ ബെറ്റർ വേൾഡ് ജേർണലിസ്റ്റ്സ് മസ്റ്റ് ബി ബ്രേവ് ആൻഡ് റിപ്പോർട്ട് ഫാക്ട്സ് ഈവൺ വെൻ ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ ലോകത്തെ നല്ല രീതിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തെ നല്ല രീതിയിൽ നിലത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റ് ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ധൈര്യത്തോടെ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും ഫാക്ട്സ് ആണോ, യു ഹാവ് ടു റിപ്പോർട്ട് ദാറ്റ്. ജേർണലിസം ക്യാൻ സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഹെയ്റ്റ് ആൻഡ് ലൈസ് ബൈ ചെക്കിംഗ് ഫാക്ട്സ് ബിഫോർ പബ്ലിഷിംഗ്. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഫാക്ട്സിനെ ചെക്ക് ചെയ്തുകൊണ്ട് അത് വിദ്വേഷ പ്രചരണമാണോ അല്ലെങ്കിൽ നുണയാണോ അത് പ്രചരിപ്പിക്കുന്നത് എന്ന് ജേർണലിസ്റ്റിന് ചെക്ക് ചെയ്യാൻ പറ്റും. അത് പബ്ലിഷ് ചെയ്യേണ്ടത് ഉത്തരവാദിത്തം അവർക്കുണ്ട്. They should also explain news in way people can understand so no one is fooled by fake information. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ന്യൂസ് എന്ത് ചെയ്യേണ്ടത്, പബ്ലിഷ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ജനങ്ങൾ ഫേക്ക് ഇൻഫർമേഷനിൽ കൊണ്ട് പറ്റിക്കപ്പെടില്ല. ജേർണലിസ്റ്റ്സ് മസ്റ്റ് സ്റ്റേ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് നോട്ട് ടേക്ക് സൈഡ്സ് വിത്ത് ദ റിച്ച് ഓർ പവർഫുൾ. അധികാരികളെ കൊണ്ടും അല്ലെങ്കിൽ ശക്തിയുള്ള അധികാരികൾ അവരോടോ അല്ലെങ്കിൽ സമ്പത്തുള്ള ആളുകളോടോ നമ്മൾ പക്ഷം ചേരരുത്, മറിച്ച് ജേർണലിസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അവരുടെ എത്തിക്സ് അവർ പാലിക്കണം. മരിയ റസ ഓൾസോ ബിലീവ്സ് ജേർണലിസ്റ്റ് ഷുഡ് യൂസ് ടെക്നോളജി ഇൻ സ്മാർട്ട് വേ. വളരെ സ്മാർട്ടായിട്ടുള്ള വഴിയിലൂടെ ജേർണലിസ്റ്റ് എന്ത് ചെയ്യണം, ടെക്നോളജിയെ യൂസ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്, മരിയ റസ വിശ്വസിക്കുന്നത്. ദേ ക്യാൻ ബിൽഡ് സേഫ് ഓൺലൈൻ സ്പേസസ് വെർ പീപ്പിൾ ക്യാൻ ഡിസ്കസ് ഇഷ്യൂസ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് കൈൻഡ്നസ്. കരുണയോടെയും മര്യാദയോടെയും ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ കാര്യങ്ങൾ ഇടപെടാനും സാധിക്കുന്ന ഓൺലൈനായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ ജേർണലിസ്റ്റ് എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. ജേർണലിസ്റ്റ് ഷുഡ് വർക്ക് ടുഗദർ അറൗണ്ട് ദ വേൾഡ് ടു സപ്പോർട്ട് ട്രൂത്ത് ആൻഡ് ഫ്രീഡം. ലോകത്തിൽ പല ഇടങ്ങളിലുള്ള ജേർണലിസ്റ്റ് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ സത്യത്തെയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ബൈ ടെല്ലിംഗ് ദ ട്രൂത്ത്, പ്രൊട്ടക്ടിങ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സ്പീക്കിംഗ് അപ്പ് ഫോർ ദ വോയിസ്ലെസ്, ജേർണലിസ്റ്റ് ഹെൽപ്പ് ബ്രിങ് പീസ് ആൻഡ് ട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ജേർണലിസം എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നടത്തുന്ന കാര്യങ്ങൾ ചെയ്യണം, സത്യം പറയണം, അതേപോലെ തന്നെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവണം. ജേർണലിസ്റ്റ് സമാധാനവും വിശ്വാസവും എന്ത് ചെയ്യണം, സമാധാനവും സത്യവും മുന്നിലേക്ക് കൊണ്ടുവരണം. ഇഫ് ദേ ഹോൾഡ് ദ ലൈറ്റ് ദ വേൾഡ് ക്യാൻ ബി അറ്റ് ദ പ്ലേസ്. ഇവർ ഈ ഒരു പക്ഷം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോകത്തെ ഒരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ റോൾ ഓഫ് മീഡിയ ഇൻ ബ്രിങ്ങിങ് പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ കണ്ടംപററി ഇന്ത്യ. ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ടുവരുന്നതിൽ എന്താണ് മീഡിയസിൻ്റെ റോൾ എന്താണ്? ഇൻ ടുഡേയ്സ് ഇന്ത്യ മീഡിയ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് പൊളിറ്റിക്സ് ആൻഡ് ബ്രിങ്ങിങ് ചേഞ്ച്. മാറ്റം കൊണ്ടുവരുന്നതിനും പൊളിറ്റിക്സ് ഷേപ്പ് ചെയ്യുന്നതിനും മീഡിയക്ക് വലിയ പങ്കുണ്ട്. ത്രൂ ന്യൂസ് പേപ്പർ, ടെലിവിഷൻസ് ആൻഡ് സോഷ്യൽ മീഡിയ പീപ്പിൾ ലേൺ അബൌട്ട് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ദ സൊസൈറ്റി. ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും എല്ലാം ജനങ്ങൾ അറിയുന്നു. എ സ്ട്രോങ് ആൻഡ് ഫ്രീ മീഡിയ ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് മേക്ക് ലീഡേഴ്സ് മോർ റെസ്പോൺസിബിൾ ഫോർ ദർ ആക്ഷൻസ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മീഡിയ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ അധികാരികളെ അല്ലെങ്കിൽ ലീഡേഴ്സിനെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ട് കാണിക്കാനും സാധിക്കുന്നു. വൺ മേജർ വേ ദ മീഡിയ ബ്രിങ്സ് ചേഞ്ച് ഈസ് ബൈ റിപ്പോർട്ടിംഗ് ഓൺ കറപ്ഷൻ റിപ്പോർട്ട് ചെയ്യുകയും സ്കാംസ് റിപ്പോർട്ട് ചെയ്യുകയും അനീതി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വഴി, മീഡിയക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വഴി. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മീഡിയ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആവശ്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാനും സാധിക്കും. ദിസ് പ്രഷർ ഫോഴ്സസ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ഒഫീഷ്യൽസ് ടു ടേക്ക് സ്റ്റെപ്സ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഈ ഒരു പ്രഷറാണ് ജനങ്ങളെ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ അല്ലെങ്കിൽ ഒഫീഷ്യൽസിനെ മെച്ചപ്പെടുത്തുവാനുള്ള സ്റ്റെപ്സുകൾ, മുൻകരുതലുകൾ അല്ലെങ്കിൽ ചുവടുപടികൾ എടുക്കാൻ അവരെ തയ്യാറാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മീഡിയ കവറേജ് ഹെൽപ്പ് ബ്രിങ് ജസ്റ്റിസ് ഇൻ കേസസ് ലൈക്ക് നിർഭയ റേപ്പ് കേസ് ആൻഡ് മെനി അതർ സോഷ്യൽ ഇഷ്യൂസ്. നിർഭയ റേപ്പ് കേസിലെ സത്യം കൊണ്ടുവരാനും നീതി കൊണ്ടുവരാനും മീഡിയയാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. മീഡിയ ഓൾസോ ഗിവ് സ്പേസ് ഫോർ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആൻഡ് ഡിബേറ്റ്സ്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആർ ക്വസ്റ്റ്യൻഡ് ഇൻ ഇന്റർവ്യൂസ് ആൻഡ് ഡിസ്കഷൻ വിച്ച് ഹെൽപ്സ് പീപ്പിൾ സീ ദ ട്രൂ ക്യാരക്ടർ ആൻഡ് ഐഡിയാസ്. ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്നു. പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം ഇവിടെ പുറത്തു വരുന്നു. ഡ്യൂറിംഗ് ഇലക്ഷൻസ് മീഡിയ പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ഷോയിങ് ദ പ്രോമിസസ് മെയ്ഡ് ബൈ ഡിഫറെന്റ് പാർട്ടീസ്. ഇറ്റ് ഓൾസോ ചെക്സ് ഇഫ് ദീസ് പ്രോമിസസ് ആർ ഫുൾഫിൽഡ് ഓർ നോട്ട്. ഇലക്ഷന്റെ സമയത്ത്
പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് വെക്കുന്ന ഒരുപാട് തരം വാഗ്ദത്വങ്ങളും കരാറുകളും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുകയും അതിനുശേഷം ഇതെല്ലാം ഫുൾഫിൽ ചെയ്യപ്പെട്ടോ, ഈ കരാറ് ലംഘിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഈ കരാറ് പാലിക്കപ്പെട്ടോ എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയ ഹാസ് ബിക്കം എ പവർഫുൾ ടൂൾ ഇൻ ഇന്ത്യ. യൂത്ത് ആൻഡ് കോമൺ പീപ്പിൾ യൂസ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ട്വിറ്റർ, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ടു ഷെയർ ദർ വ്യൂസ് ആൻഡ് റേസ് ദർ വോയിസസ്. അവരുടെ ശബ്ദം ഉയർത്താനും ജനങ്ങളിലെ യൂത്ത്, അതായത് യുവാക്കൾ അവരുടെ ശബ്ദം ഉയർത്താനും അവരുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യാനുമെല്ലാം എക്സും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ആർ ഓൾസോ റൺ ഓൺ ദീസ് പ്ലാറ്റ്ഫോംസ്. പൊളിറ്റിക്കൽ ക്യാമ്പയിനുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഹാഷ്ടാഗ്സ് ആൻഡ് ഓൺലൈൻ മൂവ്മെന്റ്സ് ക്യാൻ ക്വിക്ലി റീച്ച് മില്യൺസ് ഓഫ് പീപ്പിൾ ആൻഡ് സ്റ്റാർട്ട് റിയൽ വേൾഡ് ആക്ഷൻ. ഇവിടെ നോക്കൂ വലിയ നല്ല നല്ല ഹാഷ്ടാഗുകൾ അല്ലെങ്കിൽ റീച്ച് ആവുന്ന ഹാഷ്ടാഗുകൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ഒരുപാട് ദശലക്ഷത്തോളം ആളുകളെ അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ വേൾഡ് ആക്ഷൻ എടുക്കാനും സാധിക്കുന്നു. ഹവർ ദർ ആർ ഓൾസോ ബാഡ് സൈഡും ഉണ്ട്. സം പീപ്പിൾ ചാനൽസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പവർഫുൾ പൊളിറ്റിക്കൽ പാർട്ടീസ് കൺട്രോൾ ചെയ്യുന്ന ചാനലുമുണ്ട്. ദേ സംടൈംസ് സ്പ്രെഡ് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓർ ഓൺലി ഷോ വൺ സൈഡ് ഓഫ് ദി സ്റ്റോറി. ഒരു കാര്യത്തിൻ്റെ ഒരു സൈഡ് മാത്രം കാണിക്കും. ദിസ് ക്യാൻ കൺഫ്യൂസ് പീപ്പിൾ ആൻഡ് ഹേർട്ട് ഡെമോക്രസി. ഇത് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ജനാധിപത്യത്തെ ഉപദ്രവമേൽപ്പിക്കുകയും ചെയ്യുന്നു. പെയ്ഡ് ന്യൂസ് ആൻഡ് സെൻസേഷണൽ ഹെഡ്ലൈൻസ് ക്യാൻ ഓൾസോ ഹൈഡ് ദ ട്രൂത്ത്. അത് തന്നെ ക്യാഷ് വാങ്ങി ന്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻസേഷണൽ ഹെഡ്ലൈൻസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, യഥാർത്ഥത്തെ മറച്ചു വെക്കുന്നു. ടു ബ്രിങ് റിയൽ പൊളിറ്റിക്കൽ ചേഞ്ച് മീഡിയ മസ്റ്റ് ബി ഓണസ്റ്റ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ മീഡിയ എന്താണ്, സത്യസന്ധമായിരിക്കണം, അതിൽ തന്നെ നീതിയുക്തമായിരിക്കണം, ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കണം അവരുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത്. പീപ്പിൾ ഷുഡ് സപ്പോർട്ട് ഗുഡ് ജേർണലിസം ആൻഡ് ക്വസ്റ്റ്യൻ ദ ഫാൾസ് ഓർ ബയേഴ്സ് റിപ്പോർട്ട്. യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജേർണലിസത്തെ അവർ സപ്പോർട്ട് ചെയ്യുകയും തെറ്റായിട്ടുള്ള അതുപോലെ ബയേഴ്സ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചോദ്യം ചെയ്യുകയും വേണം. ഇൻ എ ഡെമോക്രസി ലൈക്ക് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് മീഡിയ ഈസ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ശബ്ദമാണ് മീഡിയ. വെൻ യൂസ്ഡ് വെൽ, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇറ്റ് ക്യാൻ ബ്രിങ് ഗ്രേറ്റ് പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ കൺട്രി. നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മുടെ രാജ്യത്ത് വലിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് അതിന് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.